പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രം നോക്കിയാലോ. കവടിയാർ അമ്പലമുക്ക് ആണ് പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലോട്ടാണ്. പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പഴയ തലമുറയിൽപ്പെട്ടവർ പേരത്തിക്കോവിൽ എന്ന് വിളിച്ചിരുന്നു. കൊല്ലം 904-933 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സിനെ അപകടപ്പെടുത്താനായി ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ക്ഷുദ്രകർമ്മം ചെയ്യുന്ന വിവരം ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാരാജാവിനെ സ്വപ്നത്തിൽ അറിയിച്ചു. ശത്രു നിഗ്രഹത്തിനായി മഹാരാജാവ് എഴുന്നള്ളി വന്നപ്പോൾ ദുഷ്ടന്മാർ ഓടി രക്ഷപ്പെട്ടു. ക്ഷുദ്രകർമ്മത്തിൻ്റെ ദോഷം നീക്കാനായി ആഭിചാര ദേവതയായ വനദുർഗയെ തത്സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുന്നതിന് മഹാരാജാവ് കൽപ്പന കൊടുക്കുകയും കർമ്മങ്ങൾ നടത്താൻ കൂപക്കരമഠം തന്ത്രിയെ വരുത്തുകയും ചെയ്തു. വനദുർഗ ശക്തി പ്രാപിച്ചു പോയതിനാൽ വ്യതിചലിപ്പിക്കുന്നത് അപകടമാണെന്ന് തന്ത്രി അറിയിച്ചു. ദേവതയ്ക്ക് സമീപം രൗദ്രഭാവത്തിലുള്ള വിഷ്ണു പ്രതിഷ്ഠ നടത്തിയാൽ ആഭിചാര ദേവത ശാന്തസ്വരൂപിണിയാകുമെന്ന് തന്ത്രി ഉണർത്തിച്ചതിനനുസരിച്ച് വിഷ്ണു പ്രതിഷ്ഠയ്ക്ക് കൽപ്പനയായി ആദ്യപടിയായി ഒരു ക്ഷേത്രവും പണി കഴിപ്പിച്ചു. തഞ്ചാവൂരിൽ ഒരു വിഗ്രഹം പൂർത്തിയായിട്ടുണ്ടെന്നും അവിടത്തെ ക്ഷേത്ര നിർമ്മാണം തീരാത്തതിനാൽ പ്രസ്തുത വിഗ്രഹത്തെ തോണിയിൽ നിക്ഷേപിച്ച് പൂജാകർമ്മങ്ങൾ നടത്തി വരികയാണെന്നും ആ വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണമെന്നും പറഞ്ഞു. തിരുമനസ്സുകൊണ്ട് ബിംബം അധികൃതരോട് ആവശ്യപ്പെടുകയും അത് ലഭിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠ കഴിഞ്ഞതോടെ വനദുർഗയുടെ ഉഗ്രത കുറയുകയും ശാന്തസ്വരൂപിണിയായി തീർന്ന ദേവിയെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് പൂജാദികളും നിത്യനിദാനങ്ങളും ആരംഭിക്കുകയും ചെയ്തു. ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത് ക്ഷേത്രം ജീർണോദ്ധാരണം നടത്തി പരിഷ്കരിക്കുകയും ദേവസ്വം ബോർഡിൻ്റെ ഒരു മൈനർ ക്ഷേത്രമാക്കി ഉയർത്തുകയും ചെയ്തു. പിന്നീട് ശ്രീചിത്തിര തിരുനാൾ തിരുമനസ്സിൻ്റെ കൽപ്പന പ്രകാരമാണ് ആനക്കൊട്ടിലും ചുറ്റുമതിലുമൊക്കെ പണി കഴിപ്പിച്ച് ക്ഷേത്രം വിസ്തൃതമാക്കിയത്. എല്ലാ വർഷവും ശ്രാവണ മാസത്തിലെ ഉത്രാടം നാളിൽ മഹാരാജാവും കുടുംബാംഗങ്ങളും ഭഗവത് ദർശനം നടത്തുകയും ചെയ്യും.